പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. നമ്മളിന്ന് ഉടമ്പടി ഉപയോഗിക്കുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇല്ലേ, നിന്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. അതിന് നേരത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ദൈവ പരിപാലന എന്നാണ്, പ്രൊവിഡൻസ്. അത് സാധാരണ ആൾക്കാർ അങ്ങനെ പറയണം, എന്നുവെച്ചാൽ ഡിവോയിഡ് ഓഫ് എനി ഫിസിക്കൽ മെറിറ്റ്സ്. അവരുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായ ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോൾ, എന്നിട്ടും അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയണതാണ് ഇത് ദൈവപരിപാലനയാണെന്ന് പറയും. ദൈവപരിപാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദൈവപരിപാലന എന്ന് പറയണതും ഇന്ന് കൃപയെന്ന് പറയണതും ഈ രണ്ടും കണ്ടൻറ് വൈസ് ഒന്നാണ്. പിന്നെ ആപ്ലിക്കേഷൻ വൈസ് ദൈവപരിപാലന ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ഏകപക്ഷികമായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കൃപ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിന് നീതീകരിക്കുന്ന ഗാഠമായ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പദ്ധതി അനുസരിച്ചുകൊണ്ട് ദൈവപ്രസാദം കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യത്തെ കൃപ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെ പറയണത്. കൃപ പറഞ്ഞപ്പോൾ മേൽകൃപയെന്നും കൂടി വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പൊ ഈ കഴിവാണ് കൃപയായിട്ട്. പിന്നീട് യോഹന്നാൻ 1:12 കഴിവെന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും പറഞ്ഞ യോഹന്നാൻ 1:16 കൃപയെന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പവറാണ് ശരിക്കും. ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാമല്ലോ. ചില ആൾക്കാർക്ക് കൃപ കുറവും, കുറച്ച് പേർക്ക് കൂടുതലും വരാൻ കാര്യം എന്താണ്? അത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിക്ക് ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരേ റിസൾട്ട് അല്ലല്ലോ. ഇന്നൊരു സാക്ഷ്യമുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹം സ്പെയിനിലാണ് വർക്ക് ചെയ്യണത്. അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ആ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ജോലി അദ്ദേഹം കിട്ടണില്ല. 54 വയസ്സായിട്ടുണ്ട്. ഇയാൾ ചെയ്യണ വർക്കെന്ന് പറയണത് ഇപ്പം അത് ജോലി കിട്ടിയോണ്ട് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞത്. അല്ല, വർക്ക് എന്ന് പറയണത് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് സ്പാനിഷ് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്തിനാണ്? ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി സ്പെയിൻകാരുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എന്താ ചെയ്യണത്? ഇങ്ങേർക്ക് മുറി സ്പാനിഷ് അറിയാൻ പാടുള്ളൂ. ആ അറിയാവുന്ന സ്പാനിഷ് വെച്ചുകൊണ്ട് ഇയാൾ കൃപാസനം എന്ന് പറയുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണ സ്ഥലമാണ്. അതിലേക്ക് ഒത്തിരിയേറെ മനുഷ്യർ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ പത്രം തരുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് സ്പാനിഷ് ഭാഷയിൽ ഈ പത്രത്തിൽ എഴുതി വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, സിൻസിയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാലും നമുക്കൊരു സൈദ്ധാന്തിക ഐഡിയോളജിക്കൽ ഫെയ്ത്ത് കാണാം. പക്ഷേ ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. പുല്ല് തിന്നുന്ന പശു എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് പുറത്തുള്ള പശുവാണ്. അതെന്ന് വെച്ചാൽ മിക്കവാറും പ്രവർത്തികളാണ് വരണത്. പ്രവർത്തികളെന്ന് പറയുമ്പോൾ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഈ കഴിവ് വർദ്ധിക്കും. ഉടമ്പടി നമ്മൾ ചെയ്യണ ഇതാണ്.
അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? ആ കഴിവ് തന്നെയാണ് 1:16 വരുമ്പോൾ കൃപയായിട്ട് നമുക്ക് യോഹന്നാൻ വിശദീകരിച്ച് തരണത്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ സ്പെയിൻകാരന്, ഇപ്പോൾ ഈ മലയാളി സ്പാനിഷ് ചെന്നിട്ട് ആ സ്പെയിൻ ഭാഷ പഠിച്ചിട്ടു കൃപാസനം പത്രം സ്പെയിൻകാർക്ക് കൊടുക്കുമ്പോൾ സ്പാനിഷ് ഭാഷയിൽ കൃപാസനത്തെയും കൃപാസനം മാതാവിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ട് കൊടുക്കുകയാണ്. അയാളുടെ ജോലി അയാൾ പറഞ്ഞു കേൾക്കണം. അയാൾ പറയണ എൻ്റെ ഈ പ്രായത്തിന് ഞാൻ ചിന്തിക്കാത്ത അത്രയും ശമ്പളത്തിലാണ് അമ്മ എന്നെ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെ പ്ലേസ് ചെയ്യാതിരിക്കും? കാര്യം കൃപയ്ക്ക് മേൽകൃപയല്ലേ വരണത്, മേൽകൃപയല്ലേ വരണത്. ഇതുകൊണ്ടാണ് ഈ ഇഡിയറ്റ്സിനോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടി ചെയ്യാൻ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഉടമ്പടി ചെയ്ത വർക്കുകൾ നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുക, ഒപ്പിച്ചുണ്ടാക്കുക, ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. എന്നുവെച്ചാൽ പക്ഷേ ഇതുപോലെ സത്യസന്ധമായിട്ട് ദൈവത്തിന് ഒരിക്കൽ നമ്മൾ സത്യസന്ധരാണെന്ന് തോന്നിയ കാര്യം, സത്യസന്ധനായ മനുഷ്യൻ എപ്പോഴും സത്യസന്ധനായിരിക്കും. അപ്പം അങ്ങനെ ഒരാളെ ദൈവത്തിന് ഒരിക്കൽ സത്യസന്ധനായി തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, മാനുഷികമായ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉടമ്പടി ഒന്ന് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവമാണെങ്കിൽ സത്യമെന്നല്ലേ ഈശോ പറഞ്ഞില്ലേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പം ദൈവത്തിന് ഈ സത്യമുള്ള ഒരാളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. സത്യമുള്ള ഒരാൾ, കാര്യം നമുക്ക് ഭയങ്കര പാടാണ് ഈ ഒരാളെ കിട്ടാൻ, ഒരു വലിയ പാടാണ്. ഈ മാതാവിനെ തന്നെ 4000 ലേഡീസിന് എത്രയോ 4000 കൊല്ലം എടുത്തിട്ടാണ് ഈ ലേഡീസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവസാനം കന്യാമറിയത്തിലേക്ക് ദൈവം വരണത്, ഈ വലിയ റെഡിയും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. 4000 കൊല്ലത്തെ അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. കാര്യം ഇതിനൊരു മോഡലുണ്ടല്ലോ. ദൈവം ആദ്യമേ തന്നെ ഈ രക്ഷകൻ്റെ അമ്മയുടെ യോഗ്യത പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ. ആ ഒരാള് പരുവപ്പെട്ട ഒരാളെ കിട്ടണമെങ്കിൽ 4000 കൊല്ലം എടുത്താൽ പറയണം. അപ്പോൾ ദൈവമാണെങ്കിൽ ഒരാളെ നമുക്കെപ്പോഴും മുമ്പിൽ നമ്മുടെ വിശ്വാസം ഉയർത്തുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഷോർട്ട് കട്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയുള്ള ഒരാളായി ദൈവത്തിന് മനസ്സിലാകണം. അത് ഭയങ്കര വിജയമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗേഹത്തിൽ ആര് വസിക്കുമെന്ന് ചോദിച്ചിട്ട് കുറെ കാര്യം പറയുന്നില്ലേ. കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഇതാണ് ഈ ഒരു സങ്കീർത്തനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഈ 15-ാം സങ്കീർത്തനം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കഴിവിങ്ങനെ, ഇപ്പോൾ യോഹന്നാൻ 1:12 കഴിവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ദൈവമക്കളെന്ന് പറഞ്ഞ കഴിവ് നൽകിയെന്ന് പറഞ്ഞാൽ പലതരം മക്കളില്ലേ. കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയവരുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നേറ്റതൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഓർത്തേക്കണം. അപ്പം നല്ല കഴിവുള്ള മക്കളാകാൻ 15-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് നമ്മളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഒരു 60-80 കിലോമീറ്റർ യാത്ര ചെയ്താണ് തിരിച്ച് ബെൽറ്റും കെട്ടാതെ ഞങ്ങൾ വീട്ടിൽ വരെ എത്തിയത്. എന്നിട്ടും അവൻ ആ നടുവേദന, നടക്കാനോ ഇരിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വീട്ടിൽ വരെ എത്തിയവനും. ഇന്ന് ആ ഒരു മാസം കഴിഞ്ഞ് ഇന്ന് വരെ അവൻ ആ നടുവേദന വന്നിട്ടില്ല. ഇപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടാണ് അവന് കോളേജിൽ പോകുന്നത്. പിന്നെ ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 35 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഉറക്കം മുളച്ചാലും വെയിൽ കൊണ്ടാലും എനിക്ക് അപ്പോഴേ മൈഗ്രെയിൻ വരും. ആ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പനിച്ച ഒരവസ്ഥയിലായിരിക്കും. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഛർദ്ദിക്കാൻ വന്നുകൊണ്ടിരിക്കും.
പനിച്ച് പോലെ ഞാൻ കിടക്കപ്പ് തന്നെയായിരിക്കും, ആ സമയത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ചാലും പിന്നീട് അതുപോലെ വന്നുകൊണ്ടിരുന്നു. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും, ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അത് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടി. ഞാൻ ചിലപ്പോൾ ഒരു 2 മണി വരെയൊക്കെ ഞാൻ ഉറക്കം വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ വന്നിട്ടില്ല. ഞാൻ ഇവിടെ ജപമാല റാലിക്ക് വന്നു. ഇവിടുന്ന് ജപമാല റാലിക്ക് നല്ല വെയിലും കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് അന്ന് ഞാൻ ഒരുപാട് ഉറക്കളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പോലും എനിക്ക് ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല. ഈ ഒരു 3 മാസമായിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ എന്ന് പറഞ്ഞത് വന്നിട്ടില്ല. പിന്നീട് വേറെ നിയോഗം എൻ്റെ കസിനാണ് കിട്ടിയത്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലോ BP-യും പൾസ് റേറ്റ് താഴലുമായിരുന്നു. അപ്പോൾ ഒരു ടീച്ചറാണ്, അവർ ഇടയ്ക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേന് മൈഗ്രെയിൻ അവർ വയ്യാണ്ട് തിരിച്ചു വരും, ഇടയ്ക്കിടയ്ക്ക് ലീവാക്കും, ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അഡ്മിറ്റായി ഡോക്ടർ ടെസ്റ്റുകളെല്ലാം പറഞ്ഞു. ടെസ്റ്റ് ഫുള്ള് ചെയ്തിട്ടും അതിൻ്റെ അകത്ത് എന്താണെന്ന് തെളിയുന്നില്ലായിരുന്നു. അപ്പം ഡോക്ടർ തിരുവനന്തപുരം അമൃതയിലേക്ക് റെഫർ ചെയ്തു. അവിടെ പോയി അവൾക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട്. ഞാൻ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിച്ച്. പിന്നെ അന്ന് ആ 2 ദിവസത്തേന് അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നീട് ഇതുവരെ അവൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടേ ഇല്ല. സ്കൂളിൽ നിന്ന് 1 മാസത്തെ ലീവ് അവർ തന്നെ കൊടുത്തു വിട്ടതാണ്. തീരെ വയ്യാത്ത അവസ്ഥയും കണ്ടു. അന്നും അവൾ ബോധം കെട്ടിട്ട് അവളുടെ ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് ഓടിപ്പോയിരുന്നു. അങ്ങനെ 1 മാസത്തെ ലീവ് എടുത്ത് വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞ് അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ടതാണ്. പിന്നീട് ഇതുവരെ അവൾക്ക് അതൊരു അസുഖം വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കൊച്ച് ഇതുപോലെ തൈറോയിഡായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവൾക്ക് തൈറോയിഡ് ഒരു മുഴയായിട്ട് ചെറിയൊരു മുഴ പോലെ തൊണ്ടയ്ക്ക് കാണാനുണ്ടായിരുന്നു. അപ്പം ഹോമിയോ മരുന്നായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതും അവർ വേറൊരു ഡോക്ടറെ അലോപ്പതി കാണിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേദിവസം എന്നോട് പറഞ്ഞു, ഇതിലൊരു കുഴപ്പമില്ലാതെ ചെല്ലുമ്പോഴത്തേന് റിസൾട്ട് നല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കാണിക്കണേ മാതാവേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഇട്ട് പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് അവൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിൽ ഒരു കുഴപ്പമില്ല എന്ന റിസൾട്ട് പറഞ്ഞാൽ. ഇത്രയും കാലം ഇതെന്തിനാണ് കൊച്ചു മരുന്ന് കഴിച്ചത്, ആ കൊച്ചിന് ഒരു തൈറോയിഡിൻ്റെ ഒരു അംശം പോലും ആ കൊച്ചിന് ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ റിസൾട്ട് കൊടുത്തു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1. എൻ്റെ വിരൽ ഒരു വർഷം മുന്നേ ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു. ഒരു വലിയ തടിക്കഷ്ണം കയ്യിലേക്ക് വീണിട്ട് ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു. അത് സ്റ്റിച്ച് ചെയ്തു. 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു അന്ന്. അത് കുറേ കാലത്തേന് അതൊരു 6 മാസത്തോളം എൻ്റെ കയ്യെ നേരെ നിവരാനോ മടക്കാനോ പാടില്ലായിരുന്നു. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം എനിക്കത് നിവർത്തുന്നതിനോ മടക്കുന്നതിനോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം അത് മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലയിലുണ്ടായിരുന്നു ഒരു 2 വർഷമായിട്ട് കാലിൻ്റെ കണ്ണയ്ക്ക് നീരും വേദനയായിരുന്നു. അത് നല്ല നീരുണ്ടായിരുന്നു, നല്ലോണം വേദന ഉണ്ടായിരുന്നു. അത് ഞാൻ ഡോക്ടറെയൊന്നും കാണിച്ചില്ല. പക്ഷേ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. എൻ്റെ പേര് ജെറാൾഡ്, തിരുവനന്തപുരം വലിയതറടവ് എന്ന് വരുന്നു. എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത്. 23/7/2022 ഉടമ്പടി എടുത്തത്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ ജീവിതകഥയാണ്. എൻ്റെ മരുമോനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു. ആ ബിസിനസ് ഒരു 8-10 പേരെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും റഷ്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഏജൻറ്റ് അവിടെ നിന്ന് ഇവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മുങ്ങുകയും ചെയ്തു. അങ്ങനെ എല്ലാം വലിയ പ്രശ്നങ്ങളായി ഈ കൊണ്ടുപോയ എല്ലാവരെയും 1.5-2 മാസം വരെ അവിടെ നിർത്തി എല്ലാ ചിലവും ആഹാരവും എല്ലാ ചിലവും നോക്കി എൻ്റെ വരുമാനം അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടായി. എല്ലാവരെയും നാട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. രാത്രിയും ഉച്ചയ്ക്കും എപ്പോഴും ആൾക്കാരുടെ ബഹളം, പൈസ തന്നവരുടെ ബഹളവും എല്ലാം ആയി. അപ്പോൾ എൻ്റെ മകൾ എൻ്റെ ചോദിച്ചു, അച്ഛാ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് 2 സെൻറ്റ് സ്ഥലവും ഒരു വീട് മാത്രമാണ്. അതെൻ്റെ പേരിലാണ്. അതും ഞാൻ എൻ്റെ മരുമോൻ ബഹറിലായിരുന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോൺ വെച്ച് 5 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തു. അവിടെ പോയപ്പോഴും അതും തകർച്ചയിലായി. എല്ലാം ആകപ്പാടെ തകർന്നു. ബാങ്ക്, വീട് ജപ്തി എല്ലാം കൂടി തകർന്ന സമയത്ത് ഞങ്ങൾ 6 പേര്, എൻ്റെ മോൾക്ക് 2 കൊച്ചുമക്കളാണ്.
ഇതെൻ്റെ ഭാര്യ, എനിക്ക് ആകെ ഉള്ളത് ഒരു മോളാണ്. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. എന്നുവെച്ചാൽ ഇനി ഒന്നുമില്ല, എന്ത് ചെയ്യാനോ എന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ നിന്ന അവസ്ഥയിൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു. വണ്ടി പോകണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരിയുടെ മോളിലെത്താൻ പറഞ്ഞു, കൃപാസനത്തിൽ വണ്ടി പോകണമെങ്കിൽ ആ ഡേറ്റ് ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അവർക്ക് എന്ത് വിട്ടുപോയെന്ന് തോന്നുന്നു. അവൾ എൻ്റെ ഭാര്യ തന്നെ അവളുടെ കൂട്ടുകാരത്തെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു ഏതോ ഒരു ശനിയാഴ്ച ദിവസം വണ്ടി പോകണുണ്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞു, ഞാൻ ഈ ശനിയാഴ്ച കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ മരുമോൻ്റെ പറഞ്ഞു, ഇന്ന് ഈ വിസ ബിസിനസ് ഒന്നും വേണ്ട. ഞാൻ എൻ്റെ മോളുടെ പറഞ്ഞു, ഈ കച്ചവടമൊന്നും വേണ്ട, മര്യാദ ഞാൻ വീട് വിറ്റെങ്കിലും നിങ്ങളെ ഞാൻ കയറ്റി അയക്കാം, നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവർ മദ്രാസിൽ പോയപ്പോൾ, അത് ഈ സിസ്റ്റത്തിൽ പറയാൻ വിട്ടുപോയതാണ്, അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് കിട്ടി. പക്ഷെ അവിടെ പോയപ്പോൾ ആ ഡേറ്റിന് വേറെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് 3 മാസം കഴിഞ്ഞ് അടുത്ത ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോള് ഫോണിൽ വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ പാർത്തിയിൽ അച്ഛാന്ന് പറഞ്ഞു. ഇനി നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞ അച്ഛാന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ഉടനെ തന്നെ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു. ആ ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, എൻ്റെ മോളുടെ ഫോൺ വരുന്നു, അച്ഛാ അപ്പോയിൻമെൻറ്റ് കിട്ടിയ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്കത്. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല. ഒരു ദിവസം രാത്രി ആയപ്പോൾ എൻ്റെ മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു. നിങ്ങൾ രാവിലെ ആകുമ്പോൾ, എൻ്റെ മരുമോൻ വീട്ടിലില്ലായിരുന്നു, വീട്ടിൽ നിന്നാൽ കടത്തുകാരെ കൊണ്ട് വലിയ പ്രശ്നമായതുകൊണ്ട് എൻ്റെ മരുമോൻ മാറി നിൽക്കുകയായിരുന്നു. മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, നാളെ രാവിലെ 8:30 മണിക്ക് എംബസി പോയി ആ പാസ്പോർട്ട് എന്നെ കൈപ്പറ്റാൻ വേണ്ടി. ആ പാസ്പോർട്ട് കൈപ്പറ്റിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോളും വീട്ടിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാസ്പോർട്ട് കിട്ടി പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിസ അടിച്ചിട്ടുണ്ട്. വിസ അടിച്ചു 4 പേർക്കും, എൻ്റെ മരുമോനും മോക്കും 2 പിള്ളേർക്ക് വിസ അടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു, വീടാണെങ്കിൽ വീട് നോക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ പിന്നെ അവർക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ട്, ചില വഴിയുടെ ചില പ്രശ്നമുള്ളതുകൊണ്ട് അവരൊന്നും അതും നോക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു, മോളെ എല്ലാം ആയി, ഇനി പൈസ എങ്ങനെ ആര് തരും? പൈസയ്ക്ക് നമ്മുടെ 5 പൈസയില്ല. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞൊരു വാക്കാണ്, അച്ഛൻ ചുമ്മാ ഇരുന്നാൽ മതി, അച്ഛനത് മാതാവ് കൊണ്ട് പൈസ തരും എന്ന് പറഞ്ഞു. അച്ഛൻ വീട്ടിലിരുന്നാൽ മാത്രം മതി, അമ്മ മാതാവ് അച്ഛനെ കൂടെ പൈസ തരുമെന്ന് പറഞ്ഞു. സത്യം 100% അമ്മ മാതാവ് തന്നെയാണ് ആ പൈസയെല്ലാം കൊണ്ട് ഒരു 6-7 ലക്ഷം രൂപ എന്നെ എത്തിച്ചത്. ഞങ്ങൾ ചോദിച്ചവരെല്ലാവരും, എൻ്റെ ഭാര്യയ്ക്ക് തിരുവനന്തപുരം തെക്കേട് ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്, അവളുടെ കൂടെ ജോലി ചെയ്യുന്ന സിസ്റ്റർമാരും നേഴ്സുമാരും എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ പേടിക്കേണ്ട, ചേട്ടൻ എത്ര ലക്ഷം രൂപ വേണം, ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് പോകേണ്ട പൈസയും ഒരിടത്തും ഒരു കുറവും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു. ഇന്ന് എൻ്റെ മക്കൾ പിന്നെ പോർച്ചുഗലിലാണ്. ആ പോർച്ചുഗലിൽ പോയി ഇറങ്ങിയിട്ട് പോലും അവർ ടാക്സിയിൽ പോയി ആ ടാക്സി കൊണ്ട് ഒരിടത്ത് നിർത്തിയിട്ട് അവർ ഇനി എന്ത് ചെയ്യണം അറിയാൻ നിന്നപ്പോൾ സാറാമ്മ എന്ന് പറയുന്ന ഒരു മദാമ വന്ന് അവരെ ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പൈസയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു വീട് വേണം, ജോലി വേണം, ഞങ്ങൾ ഇന്ന് വന്ന് എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സാറാമ്മ, എൻ്റെ മകൾ പോയിട്ട് 4 മാസമായി. സാറാമ്മയും റോസമ്മ എന്ന് പറയുന്ന 2 അമ്മമാർ എൻ്റെ മകളുടെ കൂടെ ഇന്നും എൻ്റെ മകളുടെ എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ മരുമോന് ജോലിയാണെങ്കിലും, എൻ്റെ കൊച്ചുമക്കളുടെ സ്കൂൾ അഡ്മിഷനാണെങ്കിലും, ബാങ്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ഞാൻ പറയുന്നത് അത് സാറാമ്മയും റോസമ്മയും അല്ല, അവരുടെ കൂടെ എൻ്റെ ഈ അമ്മ മാതാവാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എനിക്ക് ഇത്രയും കൃപ തന്ന എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരു കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഇന്ന് എൻ്റെ ബാങ്കിൻ്റെ അദാലത്താണ്, എൻ്റെ വസ്തുവിൻ്റെ അദാലത്താണ്. 2 സെൻറ്റ് സ്ഥലം അടുത്ത മാസം മാർച്ചാണ്. അപ്പോൾ ഇന്ന് അദാലത്തിൽ പങ്കെടുക്കണമെന്ന് എന്നെ ബാങ്ക് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ബാങ്കിൽ പറഞ്ഞത് ഒരു കള്ളമാണ്, എനിക്കിന്ന് ഒരു ടെസ്റ്റുണ്ട്, എനിക്ക് ആ ടെസ്റ്റിന് പോകണം, അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വിട്ടാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഒന്നിൽ ഭാര്യ വരണം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാരെയും വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അനിയനെ വിടാം എന്ന് പറഞ്ഞു. എനിക്ക് അനിയനില്ല, ഒരാൾ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് അതിനേക്കാൾ വലുത് എൻ്റെ അമ്മമാരെ കാണണമെന്നുള്ള ആഗ്രഹമുള്ളതാണ്. ഞാൻ ഇത് എൻ്റെ കൂട്ടുകാരെ ഓട്ടോ ഡ്രൈവറെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്.
അവൻ പോയോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ അമ്മ മാതാവ് എന്നെ എല്ലാത്തിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളും എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.